നമ്മളിൽ പല ആളുകളും ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും നല്ല റിസ്ക് ഉള്ള ബിസിനസ് ആണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് ആണ്. അത് മാത്രമല്ല, ഓൺലൈനിലേക്ക് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ പറ്റാത്ത ഐറ്റം തന്നെയാണ്. പ്രത്യേകിച്ച് ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് റിട്ടേണബിൾ അല്ല. ഇത്തരത്തിൽ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ് പ്രോഡക്റ്റ് റിട്ടേൺ വരിക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിസ്ക് നമ്മളുടെ ഒരു ഫുഡ് കാറ്റഗറി ബിസിനസ്സിന് വരുന്നില്ല എന്നുള്ളതാണ്. അച്ചാറൊക്കെ ഉണ്ടാക്കി അതല്ലെങ്കിൽ ചിപ്സ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് വിൽക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഇനി ഹോട്ടൽ, റെസ്റ്റോറന്റ്, വീട്ടിലൂണ് അത്തരത്തിലുള്ള ബിസിനസ് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും ഏകദേശം ഒരു ദിവസം എത്രമാത്രം ഓർഡർ കിട്ടുമെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ആവുകയാണ് എങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വിചാരിക്കാത്ത അത്ര രീതിയിൽ മാസം ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന രീതിയിലോട്ട് നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് റിസ്ക് ആണെങ്കിൽ പോലും ഒറ്റ ദിവസത്തെ ലൈഫ് ടൈം ഉള്ളൂ എങ്കിൽ പോലും ഇന്ന് പല ആളുകളും ഫുഡിന്റെ ബിസിനസ് നോക്കുന്നത്. സ്വന്തമായിട്ട് നിർമ്മിക്കാതെ തന്നെ റീപാക്കിംഗ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി സ്പൈസസ്, അച്ചാറൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് അറിയില്ലായ്മ എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ച ശേഷമാണ് എൻ്റെ എല്ലാ ബിസിനസ്സിനെയും എനിക്ക് സക്സസ് ആക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ സംശയമാണ് എന്തെല്ലാം ലീഗൽ ആയിട്ടുള്ള സൈഡാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടത് എന്നുള്ളത്. ഇന്ന് പല ആളുകളുടെയും ഓഫീസിൽ അതല്ല സ്ഥാപനത്തിൽ ചെക്കിങ്ങിന് വരുമ്പോഴാണ് അയ്യോ ഇങ്ങനെ ഒരു ലൈസൻസ് വേണ്ടിയിരുന്നോ, ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് വേണ്ടിയിരുന്നോ, അല്ലെങ്കിൽ പാക്കിംഗ് കവറിൽ ഇങ്ങനെ ഒരു കാര്യം പ്രിന്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പോലും പല ആളുകളും ആലോചിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും നോക്കി എല്ലാ ലീഗൽ ആയിട്ടുള്ള സൈഡും നോക്കി അത്തരത്തിൽ വേണം നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ട്രെയിനിങ് സെക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് ആയിട്ടുള്ള സെക്ഷൻ തന്നെയായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 21 ആളുകളാണ് നമ്മളുടെ ആ ഒരു ട്രെയിനിങ് സെക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ഒരു ട്രെയിനിങ് സെക്ഷനിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് എങ്ങനെ ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് മാർക്കറ്റിംഗ് വരെയുള്ള ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഫുഡ് ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം പേപ്പറുകൾ ചെയ്യണം, എന്തെല്ലാം ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കണം, എവിടെ നിന്നാണ് നമുക്ക് മിഷൻസ് വാങ്ങാനായിട്ട് സാധിക്കുന്നത്, എവിടെ നിന്ന് നമുക്ക് ഹോൾസെയിൽ ഡീലേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും, നമ്മൾ എന്തൊക്കെ ലൈസൻസ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഒരു പാക്കിംഗ് കവറിൽ പ്രിന്റ് ചെയ്യേണ്ടത്, നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാം, ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിൽ എങ്ങനെ പ്രോഡക്റ്റ് വിൽക്കാം, എങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്താം, എങ്ങനെ റിലയൻസ് പോലുള്ള വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാം, ഓൺലൈൻ ഷോപ്പായ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ട്, ജിയോ മാർട്ടിൽ എങ്ങനെ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കാം എന്നുള്ളതിന്റെ ഇൻട്രൊഡക്ഷൻ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിനെ കുറിച്ചുള്ള ഡീപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാം, ബൂട്ട്സാർഡ്, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് വാട്സാപ്പ് വെച്ചിട്ട് എങ്ങനെ ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്യാം, എങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ശരിയായ രീതിയിൽ കസ്റ്റമേഴ്സിലോട്ട് നമ്മളുടെ ബിസിനസ്സിനെ എത്തിക്കാം, അങ്ങനെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ആളുകളെ ഒന്നും അഡ്മിഷൻ എടുക്കുന്നില്ല കേട്ടോ. അതിന്റെ കാരണം ഈ ഒരു ലൈവ് സെക്ഷന് ശേഷവും പിന്നെ അവർക്ക് നമ്മൾ ഒരുപാട് നാള് വാട്സാപ്പിൽ സപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എടുക്കുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു അവസരം നൽകുന്നുള്ളൂ. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച 7 മണിക്കാണ് നമ്മളുടെ ലൈവ് സെക്ഷൻ വരുന്നത്. ലൈവിന് ശേഷം റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും തരുന്നതാണ് കേട്ടോ. അപ്പൊ ലൈവിൽ ഇനി നെറ്റ്വർക്ക് പോകുക അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ലൈവ് സെക്ഷനിൽ കയറാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഫുഡ് ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ.